ഇന്നത്തെ എപ്പിസോഡിലെ രേണു സുധി സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു കേട്ടോ. ഇന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ ഒരു ഡിബേറ്റ് ടാസ്ക് ആണ് കൊടുത്തത്. അതിൽ രേണു സുധിക്ക് കിട്ടിയ പോയിന്റ് ഇതാണ്: ശുചിത്വം സാഹചര്യത്തിനനുസരിച്ചാണ്. ബിന്നിക്ക് കിട്ടിയത് ശുചിത്വവും സാഹചര്യം തമ്മിൽ യാതൊരു വക ബന്ധവുമില്ല. ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ച് ഇവർ സംസാരിച്ച് ഡിബേറ്റ് ചെയ്യണം. അതായിരുന്നു ടാസ്ക്. രേണുവിന്റെ തലയിൽ നിന്ന് പേൻ വീഴുന്നു, പേൻ മുഖത്തൊക്കെ വന്നിരിക്കുന്നു, ആന്തിക്കൊണ്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് രേണു സുധിയെ വീട്ടിലെ ഏറ്റവും ശുചിത്വമില്ലാത്ത ആൾ എന്ന രീതിയിൽ അനുമോളും മറ്റു പല കണ്ടസ്റ്റൻസും തെരഞ്ഞെടുത്തിരുന്നു. രേണു ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതുകൊണ്ട് പല്ലകന്ന ചീർപ്പ് ഇല്ലാത്തതിനെ കൊണ്ട് ഈ ചീർപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ടകട്ടയായി അതിങ്ങനെ വീഴുന്നുണ്ട്, നിലത്തേക്ക് വീഴുന്നുണ്ട്. അതിനായിരിക്കാം ഒരുപക്ഷെ ഇവർ പേൻ എന്നൊക്കെ പറയുന്നതെന്നാണ് രേണു പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുളിക്കുന്നില്ല, നനയ്ക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ദിവസവും ദേഹം കഴുകുന്ന വ്യക്തിയാണ്, അതെനിക്ക് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. രേണു ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണെന്ന് കരുതുക. നമ്മൾ എന്ത് ചെയ്യും? കുളിക്കാനായിട്ട് സാധിക്കുമോ? വെള്ളം കിട്ടുന്നവരെ നമ്മൾ കാത്തിരിക്കില്ലേ? അപ്പോൾ ശുചിത്വം സാഹചര്യത്തിനനുസരിച്ച് തന്നെയാണ് എന്നാണ് രേണു പറയുന്നത് കേട്ടോ. കുളത്തിൽ പോയി കുളിക്കാമെന്ന് കരുതുക. നീന്താൻ അറിയാത്തവർ എന്ത് ചെയ്യും? ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്, ഞാൻ തലചൊറിയും, അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. രേണു സുധി സത്യം പറഞ്ഞാൽ ഇവിടെ ഞെട്ടിച്ചു കേട്ടോ. ബിന്നിയും രേണു സുധിയുമായുള്ള ഈ ഒരു ഡിബേറ്റില് ജയിച്ചത് രേണു സുധിയാണ് കേട്ടോ. നമ്മുടെ കണ്ടസ്റ്റൻസ് തന്നെയാണ് കൈയടിച്ച് രേണുവിനെ ജയിച്ചു എന്ന് അനൗൺസ് ചെയ്തത്. ഇത്രയും നന്നായി സംസാരിച്ചു നിൽക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് രേണു പിന്നോട്ട് നിൽക്കുന്നത്? ബിഗ് ബോസ് വീട്ടിൽ മുന്നോട്ടേക്ക് വരണം, ഇങ്ങനെ തന്നെ കുതിച്ച് മുന്നോട്ട് വരണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. രേണുവിന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതോ ബിന്നി പറഞ്ഞതാണോ ശരി? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ കമന്റ് ചെയ്യണേ.